ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് മോൾക്ക് വേണ്ടിയിട്ട് സ്കൂളത്തേക്ക് വേണ്ടി കുറച്ച് ഐറ്റംസും കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മൾ പോവേണ്ട സ്ഥലത്തെത്തി. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ബാഗ് വയ്ക്കാൻ വേണ്ടി ഒരു കൗണ്ടറുണ്ട്, അവിടെ കൊണ്ടുവന്ന് ബാഗ് വെച്ചാൽ മതി, നമുക്കൊരു കോയിൻ തരും, നമ്പേഴ്സ്. അപ്പോൾ അത് മേടിച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് വരുന്നത്, ആദ്യം തന്നെ പറയുമല്ലോ, ഫുള്ള് സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ടായിരുന്നു. നമുക്ക് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് സൺഡേ ആണെങ്കിൽ പോലും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നൂറ് ബുക്സ് നമ്മൾ മേടിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ബൈൻഡ് നമുക്ക് ഇത് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് കിട്ടിയത് കേട്ടോ. എന്തോ 43 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തപ്പോൾ ബോക്സ് വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ മോള് ഭയങ്കര ഇതാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് ഇനിയിപ്പോൾ കുറയ്ക്കേണ്ട, അതും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ബോക്സ് എടുത്തു. പിന്നെ ബോക്സ് എടുക്കാൻ പോയപ്പോൾ മോക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ഭയങ്കരമായിട്ട് ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുള്ള് ഞാനും കൺഫ്യൂഷനായി. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് അതിലൊരു റേറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നത് വേറൊരു റേറ്റിലാണ് കേട്ടോ. ഈ ബോക്സ് ആണെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ താഴത്തെ തട്ടിൽ സ്കെയിലൊക്കെ ഉണ്ടായിരുന്നു, സ്കെയിലും റേസറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോള് പോയി ഈ ബോക്സ് എടുത്തിട്ട് വന്നു. ഓ ശരി, അവളെ ഇഷ്ടമല്ലേ എന്ന് കരുതിയിട്ട് ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് വീണ്ടും പോകുന്നു, ഈ ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് പുറമെ അവൾ വീണ്ടും പോകുന്നു. അവൾക്ക് ഇത് മതിയെന്നും പറഞ്ഞിട്ട്, അവളുടെ ലഞ്ച് ബോക്സിൻ്റെ കളർ മതിയെന്നും പറഞ്ഞ് അതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പോയി പറഞ്ഞായിരുന്നു. അതായത് മോള് കാണിച്ചതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള മറ്റേത് കവറിൽ നിന്ന് പുറത്ത് എടുത്തിട്ടിരുന്നു, അതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു സെയിം പീസ് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പീസ് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ അവരെടുത്തു തന്നു. അങ്ങനെ ഓക്കെ, അവൾ ഹാപ്പിയായി. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എനിക്കൊരു റെയിൻ കോട്ട് മേടിക്കണമെന്ന്. അങ്ങനെ റെയിൻ കോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ 300 സംതിങ്ങിൻ്റെ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാനും ഹസ്ബൻഡും വിചാരിച്ചു എന്തായാലും എടുക്കുന്ന കുറച്ച് ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കിത് ഇഷ്ടമായി, എങ്കിലും കളർ ഇത് വേണ്ട എന്ന് തോന്നി കേട്ടോ. അപ്പം വേറെ എടുത്തു. അപ്പോൾ ഇത് റേറ്റ് വന്നിട്ട് 1000 എബോ ആണ് റേറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര ഫാൻസി ടൈപ്പ് മാതിരി ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമായി കളറൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നല്ലതാണ്, ഇതാകുമ്പോഴത്തേക്ക് ഇതിലൊരു ടൈ മാതിരി ഉണ്ടല്ലോ, അത് വന്നിട്ട് നമുക്ക് അതായത് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, അങ്ങനത്തെ ഇതാണ്. അപ്പോൾ ഇത് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഓവറല്ലേ, ഭയങ്കര എന്തോ പോലെ ഇരിക്കുന്ന, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു എന്തായാലും ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് മാത്രം റെയിൻ കോട്ടില്ല, ഹസ്ബൻഡിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ യൂസ് ചെയ്തത്, അത് മൊത്തം പോയി. അപ്പോൾ പിന്നെ വിചാരിച്ച് ശരി, അപ്പോൾ പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഇത് തന്നെ എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വേറെ കളർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ എടുത്തു. പിന്നെ വന്നിട്ട് കുട വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നേ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് വന്നിട്ട് പ്ലെയിൻ വരുന്ന കുടയാണ്. അതിൻ്റെ ഇതിൽ ഡാമേജ് ഉണ്ട് കേട്ടോ, അത് ലോക്ക് വീഴത്തില്ല. അപ്പം അവരുടെ കമ്പനിയിലുള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിവിടെ ഇങ്ങനെ വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മാഡം, അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഇങ്ങനെ വച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ്, ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഇത് നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ 2-3 കളേഴ്സും കൂടെ വരുന്നുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതായത് ഈ പീച്ച് ഉണ്ടായിരുന്നു, ഈ പിങ്ക് ഉണ്ടായിരുന്നു, ഈ ബ്ലൂ ഉണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു, ഒരു 5-6 കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കും കുഞ്ഞിനും ഇഷ്ടപ്പെട്ടത് ആദ്യം ഞാൻ എടുത്തില്ലേ, ഫുള്ള് കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന ആ ടൈപ്പായിരുന്നേ. ഇത് ഞാൻ എന്നിട്ട് നോക്കുന്നുണ്ട്, അപ്പം എങ്ങനെയാ ലോക്ക് വിടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. എല്ലാവരോടത്തും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് സാധനം മേടിച്ചാലും നല്ലോണം നോക്കിയിട്ട് മേടിക്കുക. രണ്ടാമത് അവർ മാറ്റി തരത്തില്ല, പിന്നെ റീഫണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നോക്കി തന്നെ മേടിക്കുക. ഒത്തിരി ഐറ്റംസ് ഡാമേജ് പീസുണ്ട്, അതുപോലെ അഴുക്കായിട്ട് ഈ ബേഗൊക്കെ ലാസ്റ്റ് ഇയറും യൂസ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്പ് വരുന്ന അംബ്രല്ല നോക്കി കേട്ടോ, 260 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ആ പയ്യനെ അവിടെ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം നമ്മൾ എടുത്തില്ല, വേണ്ടാന്ന് വിചാരിച്ച് മോക്ക് അംബ്രല്ല ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് വാട്ടർ ബോട്ടിലൊക്കെ നോക്കി, റേറ്റ് കുഴപ്പമില്ല,
നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, ക്വാളിറ്റി കുറഞ്ഞ സാധനമുണ്ട്. പിന്നെ ജസ്റ്റ് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ പോയതുകൊണ്ട്. പിന്നെ ഈ ബാഗ് വന്നിട്ട് എന്താ ഇതിൽ ഫുൾ അഴുക്കുണ്ട് കേട്ടോ ഈ ബാഗിൽ. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്, വർഷവും ലാസ്റ്റ് ഇയറും വെച്ച സാധനമായിരിക്കാം, ചിലപ്പം പോവാത്ത ഐറ്റംസ് ആയിരിക്കും വീണ്ടും വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബാഗ് ഇഷ്ടമായി. അപ്പോൾ മറ്റ് ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1200 അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞത്. പിന്നെ എല്ലാത്തിൻ്റെ റേറ്റ് നോക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇട്ടിക്കുന്ന റേറ്റ് അല്ല, നമുക്ക് വീണ്ടും കുറയും, അത്യാവശ്യം കുറയും. പിന്നെ ഈ ബാഗ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെറിയ ബാഗാണ്, ഈ പറയും പോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. UKG LKG KGക്കാർക്കൊക്കെ നല്ല ഇതായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട്. 1750 രൂപയാണ് റേറ്റ്. അതിലിട്ടിക്കുന്ന റേറ്റ് കുറയുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചപ്പലുണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ. പിന്നെ ഇതൊക്കെ ഓഫറിൽ ഇട്ടിക്കുകയാണ് ഈ ലഞ്ച് ബാഗ്. അപ്പോൾ ഞാൻ നോക്കി, ഞാൻ മുമ്പ് 2 പീസ് മേടിച്ചോണ്ട് ഇനി നല്ല റേറ്റ് കുറവാണെങ്കിൽ ഒന്നെടുക്കാം, അതാണല്ലോ നമ്മളെ മലയാളികളുടെ പ്രത്യേക ഒരിത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത്ര റേറ്റ് കുറവൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചാൽ വേണ്ട, എന്തിനാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പൗച്ചൊക്കെ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഓക്കെ. പിന്നെ മോക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു പെട്ടെന്ന് അഴുക്കാവും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന് ഇത് മേടിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട, എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ വെച്ചു. പിന്നെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ഓഫറിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അവരൊരു റേറ്റ് എഴുതിയിരിക്കുന്നു, പിന്നെ അല്ലാതെ പിന്നെ വേറൊരു റേറ്റ്. ഇത് വന്നിട്ട് 4000 സംതിങ് അങ്ങനെ എന്താണ് പറഞ്ഞത്. പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഈ കുഞ്ഞ് സൈക്കിൾ വന്നിട്ട് 3000 സംതിങ്ങാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ടോയ്സ്, നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോയ്സൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തിനാ വെറുതെ അനാവശ്യമായിട്ടൊക്കെ പൈസ കളയുന്നതെന്ന് കരുതി. പിന്നെ ടവലുണ്ടായിരുന്നു, പിന്നെ ടർക്കി നമ്മുടെ ഇതുണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടർക്കി എടുത്തു കേട്ടോ. ടർക്കി വന്നിട്ട് 250 റേറ്റാണ് ഇട്ടിരുന്നത്, നമുക്ക് കിട്ടുന്നത് 113 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കൊള്ളാമെന്ന് തോന്നി, നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലായിരുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ടർക്കി എടുത്തു. പിന്നെ ഈ പറയും പോലെ കുറേ സാധനങ്ങളൊക്കെ ഈ ബൾക്കല്ല, ഈ പാക്കറ്റ് അനുസരിച്ച്, ഈ പേന പെൻസിലൊക്കെ പാക്കറ്റോടെ തരത്തുള്ളൂ, ലൂസായിട്ട് തരത്തില്ല. പിന്നെ അവിടെ ഇതുണ്ടായിരുന്നു, അത്തറും കാര്യങ്ങളൊക്കെ. ഈ ചില അത്തറിന് ഓഫർ ഉണ്ടായിരുന്നു, 4 പീസ് വന്നിട്ട് 100 രൂപ. ഓക്കെ, ഇതാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഈ പറയും പോലെ വീട്ടിൽ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കത്രിക നോക്കിയായിരുന്നു കേട്ടോ, മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിചാരിച്ച് വേണ്ട, ഒരെണ്ണം ഉണ്ട്, പിന്നെ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ വിചാരിച്ച് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ വൈൻ ഗ്ലാസ്സും, പിന്നെ നല്ല നല്ല ബൗള്, പിന്നെ കപ്പ്, അങ്ങനെയൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ ഒത്തിരി ഇതുണ്ട് കേട്ടോ, കൗണ്ടറായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ബില്ലിങ്ങിന്. അപ്പോൾ അത്ര ബുദ്ധിമുട്ട് വന്നില്ല. ബില്ലിങ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, അതായത് ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവിടെ ചെറിയ ഒരു ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അവിടെ പിന്നെ ഫാൻസി ഐറ്റംസ്, ഈ പറയും പോലെ ബുക്സ്, പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി പുറത്തിറങ്ങിയെന്നേ ഉള്ളൂ. കാണാൻ ഒരു രസം, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും മേടിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ നമ്മുടെ വളം ആയിട്ടുള്ള ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3Dയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറുത്, അവൾക്ക് ഇഷ്ടമല്ലേ സ്നോയുടെ ഒരു ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മോളെ പിടിച്ച് അവിടെ നിർത്തി കേട്ടോ. അവൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അയ്യോ പേടിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അങ്ങനെയാണെങ്കിൽ മേഡത്തിന് നിൽക്കാം, കാരണം മോൾ ജസ്റ്റ് നിന്നതേ ഉള്ളൂ, അവൾക്ക് പേടിയായി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ എന്നിട്ട് മോളെടുത്ത് പറഞ്ഞു മോൾ നിൽക്ക്, ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല, വേണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ശരി. അപ്പോൾ ഞാൻ കയറിയിട്ട് പിന്നെ എനിക്ക് എന്താണെന്ന് ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, ഫസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കയറി കുറച്ച് നേരം അങ്ങനെ നിന്നപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയും പോലെ എന്തോ ഒരിത് എൻ്റെ തല കറങ്ങും പോലെയും, പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ അത് നല്ലൊരു ഫീലായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ മറിഞ്ഞ് വീഴാൻ പോകുമ്പോഴേക്ക് എനിക്ക് കുറച്ച് നേരം തോന്നി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ വേസ്റ്റായി പോയേനെ, ആ പൈസയും പോയേനെ. പിന്നെ എനിക്ക് എന്തോ ഒരിതായിരുന്നു, ഞാൻ വിടാൻ പോകുന്നു എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ആയിപ്പോയി കേട്ടോ. പിന്നെ വേറൊരു കൊച്ചു വന്നേ. അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് വഴുതക്കാടിനും തൈക്കാടിനും മധ്യയാണ്. അപ്പോൾ നമ്മുടെ സഹകരണ സംഘം പോലീസിൻ്റെ ഇതാണ്, എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുക. ഓക്കെ, ടാറ്റ.